ശത്രുവിന്റെ ശത്രു മിത്രമെന്നാണ്. ഒരു ഭാഗത്ത് ഇന്ത്യയാണെങ്കിൽ മറുഭാഗത്ത് അഫ്ഗാനാണ് പാകിസ്ഥാന്റെ പ്രധാന ശത്രു. അതിർത്തിയിൽ ഇന്ത്യക്കെന്ന പോലെ അഫ്ഗാനും വലിയ തലവേദനയാണിപ്പോൾ പാകിസ്ഥാൻ. ഇരുവരും അതിർത്തിയിൽ നിരന്തര സംഘർഷത്തിലാണ്. ഇങ്ങനെ പാക് അഫ്ഗാൻ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും വഷളായ വേളയിലാണ് അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ സൗഹൃദമെന്നും ശ്രദ്ധേയമാണ്. അതിർത്തിയിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന വെല്ലുവിളി നേരിടാനാണ് അഫ്ഗാൻ ഇന്ത്യയുടെ കൈപിടിക്കാനെത്തിയത്. ഭാവിയിൽ ഇന്ത്യക്കും ഗുണം ചെയ്തേക്കാവുന്ന ബന്ധമായതിനാൽ കൈ കൊടുക്കാതിരിക്കാൻ ഇന്ത്യക്കുമാകില്ല. അതിനാൽ പാകിസ്ഥാനുമായി അകന്ന താലിബാനെ ചേർത്തു നിർത്തുന്ന ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയ തന്ത്രത്തെ തെറ്റുപറയാനാകില്ല. അഫ്ഗാൻ ആഭ്യന്തര യുദ്ധ സമയത്തും താലിബാന്റെ ആദ്യ ഭരണകാലത്തും ആ പ്രസ്ഥാനത്തോട് അകലം പാലിച്ച ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കത്തിനു പിന്നിൽ നയതന്ത്രപരമായ പ്രായോഗിക പരിഗണനകളുണ്ടെന്ന് ചുരുക്കം. അഫ്ഗാനിൽ പാകിസ്ഥാന്റെ സ്വാധീനം സാധ്യമായ അത്രയും കുറയ്ക്കേണ്ടത് ഇന്ത്യയുടെ താൽപര്യമാണ്. അതുപ്രകാരമാണ് കാര്യങ്ങളുടെ പോക്ക്. താലിബാനുള്ളിൽ പാകിസ്ഥാൻ ഇപ്പോൾ പഴയ സ്വാധീനമില്ല. മേഖലയിൽ വർദ്ധിച്ചു വരുന്ന US പാക് ബന്ധവും അറബിക്കടലിൽ തുറമുഖം സ്ഥാപിക്കാൻ US-നെ പാകിസ്ഥാൻ ക്ഷണിച്ചതും അഫ്ഗാന് തലവേദനയാണ്. ഈ സാഹചര്യത്തിൽ ഒരേ സമയം US-നെയും പാകിസ്ഥാനെയും നേരിടാൻ അഫ്ഗാന് ഇന്ത്യയുടെ കൂട്ടുവേണം. ഇതിനൊപ്പം അഫ്ഗാനിലെ ബഗ്രാം വ്യോമതാവളം US-ന് തിരിച്ചു നൽകണമെന്ന ആവശ്യം ട്രംപ് ശക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിലും അഫ്ഗാന് അനുകൂലമാണ് ഇന്ത്യയുടെ നിലപാട്. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ ഇന്ത്യക്കൊപ്പമായിരുന്നു അഫ്ഗാൻ. അന്നു മുതലാണ് താലിബാനുമായി ഇന്ത്യ അടുത്തു തുടങ്ങിയത്. അതിനു മുമ്പേ പഹൽഗാം ഭീകരാക്രമണത്തെയും താലിബാൻ അപലപിച്ചിരുന്നു.